സംഭവം കഴിഞ്ഞത് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. അതിന് പകരം ബോംബും മാരകായുധമായിട്ടാണ് വരുന്നതെങ്കിൽ CPM-നെതിരെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങളുമായി ഞങ്ങൾ തിരിച്ച് ബോംബ് എറിയാനൊന്നും പോകണമെന്നില്ല. അത് ഞങ്ങളുടെ സംസ്കാരമല്ല. ബോംബ് ഉണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. പറഞ്ഞ ആളുടെ നാക്കരിയാൻ നിൽക്കുക. ഇതെന്താ സ്റ്റാലിൻ്റെ പഴയ കാലത്തെ സ്റ്റാലിൻ്റെ ഋഷിയൊന്നും അല്ലല്ലോ. ഒരു കൂട്ടർക്ക് മാത്രം എന്തും പറയാനുള്ള ലൈസൻസ് അധികാരമുണ്ടെന്ന് വിചാരിച്ച്. നമസ്കാരം. CPM-നെ ആശയപരമായി എതിർക്കുന്നവർ ആരായാലും അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് CPM എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ള ഒരു നയം. ആര് തങ്ങൾക്കെതിരെ വരുന്നുവോ മുൻപ് MM മണി പറഞ്ഞതുപോലെ 1 2 3 4 എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും ഉന്മൂലനം ചെയ്യും. ഇതാണ് CPM-ന്റെ ഒരു ശൈലി. ഇതെൻ്റെ വാക്കുകളല്ല, കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതാണ്. ഇത് സ്റ്റാലിൻ്റെ പഴയ റഷ്യയൊന്നുമല്ല എന്നുകൂടി തന്നെയാണ് കെ മുരളീധരൻ CPM-ന്റെ ഈ ധാർഷ്ട്യത്തിനെതിരെ സംസാരിച്ചത്. മലപ്പുറത്ത് RMP നേതാവായ ഹരിഹരൻ്റെ വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഹരിഹരൻ അടുത്തിടെ ഒരു പ്രസംഗവേദിയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ചില വാക്കുകളിൽ ചില പോരായ്മകളുണ്ടായി, ചില തെറ്റുകളുണ്ടായി. ശൈലജ ടീച്ചറിനെതിരെയും ഒരു നടിക്കെതിരെയും സംസാരിച്ചപ്പോൾ അതിൽ സ്ത്രീവിരുദ്ധമായ ചില പരാമർശങ്ങൾ കടന്നുകൂടുകയുണ്ടായി. എന്നാൽ തൻ്റെ പ്രസംഗത്തിൽ കടന്നുകൂടിയ ഇത്തരം തെറ്റുകൾ, പോരായ്മകൾ ഹരിഹരൻ പിൻവലിക്കുകയും അതിന് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. EK നായനാരും VS അച്യുതാനന്ദനും CPM-ന്റെ എക്കാലത്തെയും സമന്നതരായ നേതാക്കളായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ കൂടിയായിരുന്നു. ഇവർക്കെല്ലാവർക്കും തന്നെ പ്രസംഗിക്കുന്ന വേളയിൽ നാക്കുപിഴ പറ്റാറുണ്ട്, അബദ്ധങ്ങൾ കടന്നുകൂടാറുണ്ട്. എന്നാൽ തെറ്റ് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇവരാരും തന്നെ തങ്ങളുടെ പ്രസ്താവനകൾ പിൻവലിക്കുകയോ തങ്ങളുടെ പ്രസംഗത്തിൽ നിന്ന് അത്തരം പരാമർശങ്ങൾ നീക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ RMP നേതാവായ ഹരിഹരൻ തനിക്ക് പറ്റിയ തെറ്റ് തിരുത്തിയിരിക്കുന്നു. പ്രസംഗിക്കുമ്പോൾ പണ്ട് നാളുകളിൽ, അതായത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തൻ്റെ മനസ്സിൽ രൂഢാമൂലമായി കിടന്ന പല സംഭവങ്ങളുമുണ്ട്. ഒരുപക്ഷെ പ്രസംഗിക്കുന്ന അവസരത്തിൽ ഇതെല്ലാം തികട്ടി വന്നതായിരിക്കാം. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ആരെയെങ്കിലും നൊമ്പരപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ അത് നിരുപാധികം പിൻവലിച്ച് മാപ്പ് പറയുന്നു എന്ന് തന്നെയാണ് ഹരിഹരൻ പിന്നീട് പ്രസ്താവനയിലൂടെ പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിൽ ഒരു മാപ്പപേക്ഷ കൊണ്ടൊന്നും കാര്യങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്നാണ് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ P. മോഹനൻ തുറന്നടിച്ചത്. മോഹനന്റെ ഈ പരാമർശം വന്നതിന് പുറകെ തന്നെയാണ് മലപ്പുറത്തുള്ള ഹരിഹരന്റെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായത്. ഇത് CPM-ന്റെ സഖാക്കൾ തന്നെയാണ് തന്നെ മനഃപൂർവ്വം വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബോംബ് വലിച്ചെറിഞ്ഞത് എന്നാണ് ഹരിഹരനും നേരത്തെ തന്നെ പറഞ്ഞത്. കെ മുരളീധരനും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഹരിഹരനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ബോംബ് എറിഞ്ഞത്. എന്നാൽ ഭാഗ്യത്തിന് വീടിൻ്റെ ചുറ്റുമതിലിൽ തട്ടി ബോംബ് പൊട്ടുകയായിരുന്നു. പിന്നീട് ബോംബ് എറിഞ്ഞവർ തന്നെ ഈ ബോംബിൻ്റെ അവശിഷ്ടങ്ങൾ തൂത്തുവാരിക്കൊണ്ടുപോയി എന്നും തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി, ബോംബ് സ്ക്വാഡുമെല്ലാം സ്ഥലത്തെത്തിയപ്പോൾ പറയുന്നത് അത് വലിയ സ്ഫോടകശേഷിയുള്ള ബോംബായിരുന്നില്ല, മാരകശേഷിയുള്ള സ്ഫോടക വസ്തു ആയിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇതിനെതിരെ ഞങ്ങൾ ശക്തിയുക്തം പ്രതികരിക്കും എന്നാണ് കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ബോംബുണ്ടാക്കലും ബോംബ് വലിച്ചെറിയലും ഞങ്ങളുടെ സംസ്കാരമല്ല. ഒരു കാരണവശാലും ഞങ്ങൾ ഇത്തരം പ്രതിപ്രവർത്തനത്തിന് ഒരുങ്ങുകയില്ല. എന്നാൽ ഇത് ഞങ്ങൾ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കും, ഇതിനെതിരെ ശക്തമായ പ്രചരണ വേലകൾ സംഘടിപ്പിക്കും എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. എന്നാൽ മലപ്പുറത്ത് സർവകക്ഷി യോഗം ഇപ്പോൾ കളക്ടർ വിളിച്ചിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾ പങ്കെടുക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും കളക്ടർ അത്തരത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ പങ്കാളികളാകും, പങ്കെടുക്കും, സമാധാനമാണ് ഞങ്ങൾ കാക്ഷിക്കുന്നത്. എന്നാൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ഷാഫി പറമ്പലിനെതിരെ വന്നിട്ടുള്ള കാഫിർ എന്ന പരാമർശം തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് മുഖ്യമന്ത്രിയും കൂട്ടരും അന്വേഷിക്കാത്തത് എന്നുകൂടി കെ മുരളീധരൻ എടുത്തു ചോദിച്ചു. ഒരു മാസക്കാലമായി ഇത്തരം ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. ആരാണ് ഇത്തരം ഒരു പരാമർശങ്ങൾക്ക് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തണം എന്നുകൂടി കെ മുരളീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. RMP നേതാവായ ഹരിഹരനെതിരെ ഉണ്ടായ ബോംബ് ആക്രമണത്തെക്കുറിച്ചും അതുപോലെ തന്നെ കളക്ടറുടെ സമാധാന സർവകക്ഷി യോഗത്തെക്കുറിച്ചുമെല്ലാം അതിവിശദമായി തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ച കെ മുരളീധരൻ്റെ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്നൊരു പരാമർശം വിമർശന വിധേയമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വാചകം പിൻവലിച്ച് ക്ഷമ ചോദിച്ചു. അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പക്ഷേ
മാപ്പപേക്ഷയിൽ അവസാനിക്കില്ല എന്ന് കോഴിക്കോട് ജില്ലാ CPM-ൻ്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഹരിഹരൻ്റെ മലപ്പുറത്തുള്ള വീടിന് നേരെ ബോംബെറിഞ്ഞത്. അപ്പോൾ ഒരു പരാമർശത്തിൽ തെറ്റു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മാപ്പ് ചോദിച്ചു, ക്ഷമ ചോദിച്ചു. പിന്നെ ഇതിലും കൂടുതൽ എന്താ ചെയ്യേണ്ടത്? ഇത് വിമർശിക്കുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കാലത്ത് ഒരു MLA-നെ കൊണ്ട് ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് എന്താ പറഞ്ഞു? ഞാൻ ചോദിക്കുന്നത്, എവിടെ പോയി ഈ സംസ്ഥാനത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരൊക്കെ അന്ന്? ഇപ്പോൾ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നുണ്ടല്ലോ. ഞങ്ങൾ തെറ്റ് കണ്ടാൽ തിരുത്തും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ ഹരിഹരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം തന്നെ പിൻവലിച്ച് ക്ഷമ ചോദിച്ചത്. അതവിടെ കൊണ്ട് അവസാനിച്ചു. ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യണ്ടേ? പൊറ്റുകയുടെയൊക്കെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. അതിന് വേറെ ആൾക്കാരെ നോക്കിയാൽ മതി. അതുകൊണ്ട് സംഭവം കഴിഞ്ഞത് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. അതിന് പകരം ബോംബും മാരകായുധമായിട്ടാണ് വരുന്നതെങ്കിൽ CPM-നെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണങ്ങളുമായി ഞങ്ങൾ തിരിച്ച് ബോംബെറിയാനൊന്നും പോകണമെന്നില്ല. അത് ഞങ്ങളുടെ സംസ്കാരമല്ല. ബോംബ് ഉണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. പക്ഷേ CPM-നെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണവുമായി കേരളത്തിൽ UDF ഒറ്റക്കെട്ടായി തന്നെ RMPയോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചാരണം ഞങ്ങൾ നടത്തും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പ്രസംഗം നടത്തുമ്പോൾ UDF-ൻ്റെ നേതാക്കളൊക്കെ തന്നെ വേദിയിലുണ്ടായിരുന്നു. ഈ വിഷയം ഇത്രയും വലിയ വിവാദമായി മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരൊക്കെ പ്രതികരിക്കുന്നത്, തള്ളിപ്പറയുക. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന ആ സമയത്ത് തന്നെ തള്ളിപ്പറയുന്നത്? പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തിരുത്തി. നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ പോലെ സ്പോൺസർ ചെയ്തിട്ടില്ല. അൻവറിൻ്റെ പ്രസ്താവനയെ സ്പോൺസർ ചെയ്തല്ലോ ഗോവിന്ദൻ മാഷ് മുഖ്യമന്ത്രിയൊക്കെ. എവിടെ പോയി ആ നേരത്തുള്ള സാംസ്കാരികമായിട്ടുള്ള ഇതൊക്കെ? ഞങ്ങൾ പറയുമ്പോൾ മാത്രം ഞങ്ങളുടെ മെക്കട്ടേക്ക് ആടുക. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്തും. ഒരാൾ പ്രസംഗിക്കാൻ വന്ന ഒരു പരാമർശമാണ്. അതിൽ തെറ്റ് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം തിരുത്തി. സ്വയം തിരുത്തിയപ്പോൾ ചവിട്ടറാളെ അവസാനിപ്പിക്കണ്ടേ? അല്ലാണ്ട് തന്നെ പറഞ്ഞ ആളുടെ നാക്കരിയാൻ നിൽക്കുക. ഇതെന്താ സ്റ്റാലിൻ്റെ പഴയ കാലത്ത് സ്റ്റാലിൻ്റെ ഋഷിയൊന്നും അല്ലല്ലോ. ഒരു കൂട്ടർക്ക് മാത്രം എന്തും പറയാനുള്ള ലൈസൻസോ അധികാരമുണ്ടെന്ന് വിചാരിച്ച്. അതുകൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും. ഞങ്ങളുടെ മേൽക്കോയ്മയ്ക്കൊന്നും ഒരു തകരാറുമില്ല. ഇന്നിപ്പോൾ ഏതായാലും 1200 വോട്ടിനോ വടകരയിൽ ശൈല ടീച്ചർ ജയിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 50,000 വോട്ടിന് ജയരാജൻ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഞാൻ ഷാഫി 50,000 വോട്ടിന് ജയിക്കുന്നതാണ് ഞാൻ കണക്ക് കൂട്ടിയത്. പക്ഷേ ഇപ്പോൾ ഈ കണക്കനുസരിച്ചാണെങ്കിൽ 1,00,000 ജയിക്കണം. ഏതായാലും മലന്ന് കടന്ന് തുപ്പുന്ന ഏർപ്പാട് CPM എന്നെങ്കിലും അവസാനിപ്പിക്കണം. ഇലക്ഷനിൽ വിജയവും പരാജയവും ഉണ്ടാവും. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും വിജയിച്ചിട്ടുമുണ്ട്, പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഒരു ഇലക്ഷന് വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിബന്ധവും സ്നേഹബന്ധമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതാക്കുന്ന പ്രവർത്തനം ആരും നടത്തരുത്. അത്രേ പറയുന്നു. ഇപ്പോൾ വടകരയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേ നിലപാട് മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ട് PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? വിളിച്ചോട്ടെ, വിളിക്കണോ വേണ്ടത് കളക്ടർ തീരുമാനിച്ചോട്ടെ. ഞങ്ങൾ പങ്കെടുക്കും. വിളിച്ചാൽ പങ്കെടുക്കുക. എന്താ ഞങ്ങൾക്ക് പങ്കെടുക്കുന്നതിനെന്താ ഒരു വിരോധമില്ല. പക്ഷെ അതിൽ യൂത്ത് ലീഗ് ഉൾപ്പെടെ പറയുന്നത് അങ്ങനെ കാഫിർ പ്രയോഗം നടത്തിയ ആളുകളെ കണ്ടെത്തണം. അത് കണ്ടെത്തണം. അതിന് യാതൊരു സംശയമില്ല. അത് കണ്ടെത്തണം. ആരാണ് അതിൻ്റെ പേരിൽ ഫേക്കായിട്ടിട്ടത് അത് കണ്ടെത്തിയാൽ മതിയാവും. ഞങ്ങൾക്കത് അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇത് തുറന്ന് കാണിക്കണ്ടേ? തുറന്ന് കാണിക്കണമെങ്കിൽ തെളിവ് വേണ്ടേ? അതിനവരെ അന്വേഷിക്കണം. ഞാൻ ചോദിക്കുന്നത്, എന്താ അന്വേഷിക്കുന്നതിന് ഇത്ര വിമുഖത? എത്ര കാലം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര 7 മാസം കഴിഞ്ഞില്ലേ? ഇതേരെന്താ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞ കണ്ടുപിടിച്ചേ മതിയാവും എന്ന് ചോദിച്ചിട്ട് സർവകക്ഷി യോഗം വേണ്ടാന്ന് ആരും പറയുന്നില്ല. വിളിച്ചാൽ എല്ലാവരും പങ്കെടുക്കും. അതായത് ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്താലും കാഫിർ പ്രയോഗം നടത്തിയവരുടെ കോംപ്രമൈസ് ഇല്ല. അത് കോംപ്രമൈസ് ഇല്ല. ഒരു കാരണവശാലും കോംപ്രമൈസ് ഇല്ല. അല്ല, അതിനെ പറഞ്ഞ് ഇങ്ങനെ വർഗീയത ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് വർഗീയത? ഒരു കൂട്ടർ മാത്രമല്ല. അല്ല, ഞങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചും പറയേണ്ടി വന്നു. തിരിച്ച് ഞങ്ങൾ ആരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. എലക്ഷൻ ജയിക്കാൻ വേണ്ടി ഒരു വൃത്തിയായിട്ട തന്ത്രം എടുത്തപ്പോൾ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ക്ലാരിഫൈ ചെയ്തു. അതല്ലാതെ ടീച്ചറെ കുറിച്ചോ ഒന്ന് വ്യക്തിപരമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ, ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ലേ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഞാനൊക്കെ എൻ്റെ ഇലക്ഷനിൽ എനിക്കെതിരെ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ട് ഞാൻ
വ്യക്തിബന്ധം അന്നും ഇന്നും നിലനിർത്തിയിട്ടുണ്ട്.